ഗുഡ് മോർണിംഗ് ടു എവരിബഡി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് ക്യാഷ് ഡിസ്കൗണ്ട് ആൻഡ് ട്രേഡ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് തന്നെ രണ്ട് ടൈപ്പ് വരുന്നു, ഡിസ്കൗണ്ട് ഓൺ സെയിൽസ് ആൻഡ് ഡിസ്കൗണ്ട് ഓൺ പർച്ചേസ്. പിന്നെ ഡ്രോയിങ്സ്, പിന്നെ നമ്മൾ റിട്ടേൺസ് ആണ് മനസ്സിലാക്കിയത്. റിട്ടേൺസ് പർച്ചേസ് റിട്ടേൺസും ഉണ്ട്, സെയിൽസ് റിട്ടേൺസും ഉണ്ട്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നരേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്താണെന്ന് മനസ്സിലാക്കുന്നു. അതേ പ്രകാരത്തിൽ ഓപ്പണിംഗ് എൻട്രി എന്താണെന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. ആദ്യം നമുക്ക് നരേഷൻ എന്താണെന്ന് നോക്കാം. നരേഷൻ ഈസ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഗിവൺ അറ്റ് ദി എൻഡ് ഓഫ് എവരി ജേണൽ എൻട്രി. എല്ലാ ജേണൽ എൻട്രീൻ്റെ ഓരോ എൻട്രീൻ്റെയും അവസാനം നമ്മൾ ഈ എൻട്രി എന്തിനെക്കുറിച്ചാണ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കും. അതിനെയാണ് നമ്മൾ നരേഷൻ എന്ന് പറയുന്നത്. നരേഷൻ ഈസ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഗിവൺ അറ്റ് ദി എൻഡ് ഓഫ് എവരി ജേണൽ എൻട്രി. എല്ലാ ജേണൽ എൻട്രിക്കും അവസാനം കൊടുക്കുന്ന അതെന്താണെന്നുള്ള എക്സ്പ്ലനേഷൻ. ഓക്കെ, നോക്കുന്നത് ഓപ്പണിംഗ് എൻട്രി. ദി എൻട്രി ദാറ്റ് ബിഗിൻസ് ഓർ ഓപ്പൺസ് എ ന്യൂ സെറ്റ് ഓഫ് ബുക്സ് ടു അസർടെയിൻ ദി അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ഓഫ് എ ബിസിനസ് ഈസ് നോൺ ആസ് ദി ഓപ്പണിംഗ് എൻട്രി. അതായത് ഒരു ബിസിനസ്സിലെ ഓപ്പണിംഗ്, അതായത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് എന്തെല്ലാം അസറ്റ്സാണ് കൊണ്ടുവരുന്നത്, ആ അസറ്റ്സിനെയൊക്കെ ഡെബിറ്റ് ചെയ്തുകൊണ്ടും ക്യാപിറ്റൽ അഥവാ നമുക്ക് ക്രെഡിറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തുകൊണ്ടും എൻ്റർ ചെയ്യുന്ന ഒരു എൻട്രിയാണ് ഓപ്പണിംഗ് എൻട്രി. അതായത് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ആദ്യം എന്തെല്ലാം അസറ്റ്സാണ്, എന്തെല്ലാം ലയബിലിറ്റീസാണ് ഉള്ളത്, അത് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന അതിനുപയോഗിക്കുന്ന എൻട്രിയാണ് ഓപ്പണിംഗ് എൻട്രി. ഫോർ എക്സാമ്പിൾ, ഒരാൾ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഡെറ്റേഴ്സ്, പിന്നെ കുറച്ച് ക്രെഡിറ്റേഴ്സും ക്യാപിറ്റലുമാണ് ഉള്ളത് എന്ന് വെച്ചുള്ളൂ. അപ്പോൾ നമ്മൾ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ, ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, ടു ക്രെഡിറ്റേഴ്സ്, ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് കാണിച്ച് കൊടുക്കുന്ന എൻട്രി, ജേണൽ എൻട്രി ആണ് ഓപ്പണിംഗ് എൻട്രി. അതിന് അവസാനം നരേഷനും കൊടുക്കും. ഇത്ര രൂപേൻ്റെ ഫർണിച്ചർ ആൻഡ് ഫീച്ചേഴ്സ്, ഇത്ര ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഇത്ര ഡെറ്റേഴ്സ് കൂടെയാണ് ഈ ബിസിനസ് ഓപ്പൺ ചെയ്യുന്നത്. അതാണ് ഇതിൽ കാണിക്കുന്നതെന്നുള്ള നരേഷനും കൂടി കാണിക്കും. അതാണ് ഓപ്പണിംഗ് എൻട്രി. ഇതിൽ എത്ര ക്രെഡിറ്റേഴ്സ്, എത്ര ക്യാപിറ്റൽ എന്നും കൂടി നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമാവും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്ര രൂപേൻ്റെ ഫർണിച്ചർ, ലാൻഡ്, ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് ഇത്ര, ക്യാപിറ്റൽ ഇത്ര എന്ന് മനസ്സിലാക്കാം. ഇതാണ് ഓപ്പണിംഗ് എൻട്രി. ഓക്കെ, നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ദി എക്സസ് എമൗണ്ട് ഇൻ ബിസിനസ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ഫോർ കൺവീനിയൻസ്. ബിസിനസ്സിൽ കൂടുതലുള്ള പൈസ എമൗണ്ട് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ദി മണി ഈസ് യൂഷ്വലി ഡെപ്പോസിറ്റഡ് ഇൻ കറണ്ട് അക്കൗണ്ട്. ബിസിനസ് മാൻ ചെയ്യുന്നത് കറണ്ട് അക്കൗണ്ടാണ്. കാര്യം എന്താ വെച്ചാൽ കൂടുതൽ പ്രാവശ്യം വിഡ്രോ ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ടാവും, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഓവർ ഡ്രോ ചെയ്യാം. അതൊക്കെയാണ് കാര്യം. നമ്മൾ വിഡ്രോവൽസിന് അല്ലെങ്കിൽ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. നമ്മുടെ ഡെപ്പോസിറ്റിന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, നമ്മൾ ജേണൽ എൻട്രി ചെയ്യുന്ന സമയത്ത് ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും മാത്രം ഉള്ള ജേണൽ എൻട്രി ആണെങ്കിൽ അതിനെ സിമ്പിൾ ജേണൽ എൻട്രി എന്ന് പറയും. ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് ഐറ്റമോ
ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് ഐറ്റമോ വരുവാണെങ്കിൽ അതിനെ കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയും. അതായത് an entry in a journal which contains only one debit item and only one credit item, it is called a simple journal entry. If more than one debit item or more than one credit item are necessary, the entry is compound journal entry. അപ്പോൾ ഒരു കോമ്പൗണ്ട് ജേണൽ എൻട്രി ആണെങ്കിൽ അതിൽ ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് ഐറ്റമോ അഥവാ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് ഐറ്റമോ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കോമ്പൗണ്ടായി. അല്ല ഒറ്റ എണ്ണം മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ, ഒരു ഡെബിറ്റോ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റോ മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ അത് സിമ്പിൾ ജേണൽ എൻട്രി. സിമ്പിൾ. ഫോർ എക്സാമ്പിൾ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. അപ്പോൾ സെയിൽസ് നടത്തി അതിൽ ഇത്ര ക്യാഷ് വന്നു, ഇത്ര ഡിസ്കൗണ്ട് കൊടുത്തു, മൊത്തം ഇത്ര രൂപേൻ്റെ സെയിൽസാണ് നടത്തിയത്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.